അപ്പം എന്താണ് എപ്പോഴും സാർ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അന്ന് രാവിലെ വിളിക്കാമെന്ന് വിചാരിച്ചു. ഒരു അന്ന് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ. അപ്പോൾ ആ സമയത്താണ് വിളിച്ചത്. അന്ന് നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഡയഗ്രാംസിൽ എനിക്ക് അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ സാറ് ക്ലാസ്സിൽ ചെയ്ത ഒരുപാട് ഡയഗ്രാംസ് അത് ഞാൻ എൻ്റെ നോട്ടിൽ നോട്ട് ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് ആ സാറ് പറഞ്ഞ ഡയഗ്രാംസ് ഞാൻ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സാർ തുടങ്ങിയ സമയത്ത് വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഇതേപോലെ കണ്ടന്റ് ഇങ്ങനെ എന്തൊക്കെയൊക്കെ പഠിക്കും. എന്നിട്ട് സാറ് പ്രീവിയസ് ഇയർ ഇടുന്നതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ പഠിക്കാനും ശ്രമിക്കും. എന്നിട്ട് ആൻസർ എഴുതും. പിന്നെ സാറിനൊന്ന് ഇംപ്രസ് ചെയ്യണം എന്നുള്ള രീതിയിലൊന്ന് എപ്പോഴും എഴുതാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. Hello Afnan. Hello. Congratulations. Thank you. Is Afnan All India rank 274 in his first attempt. As a teacher trainer ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അഫ്നാൻ്റെ റിസൾട്ടിൽ. ഞാൻ ഓൾറെഡി അഫ്നാന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടാണെന്നുള്ളത്. അതിന് മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ എഫേർട്ട്, ഡിറ്റർമിനേഷൻ, പാഷൻ എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. ഒരു എൻജിനീയറാണ്, അക്കാഡമിക്കലി ബി.ടെക് ക്വാളിഫൈഡ് ആണ്. അത് കഴിഞ്ഞ് വർക്ക് ചെയ്തതിന് ശേഷമാണ് സോഷ്യോളജി ഓപ്ഷണൽ എടുത്തിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയത്. ബട്ട് അതൊക്കെ ആണെങ്കിൽ പോലും ആ ചെറിയ സമയമുണ്ട്, കോവിഡ് വന്നു, ഇഷ്യൂസൊക്കെ ഉണ്ടായ സമയത്തും അവന് മാക്സിമം എഫേർട്ട് ഇട്ട് അവന് പറ്റുന്ന അത്ര എഫേർട്ട് ഇട്ട് കമ്മിറ്റ്മെൻറ്റോടുകൂടി ഡിറ്റർമിനേഷനോടുകൂടി ചെയ്തു. അതാണ് ഇന്ന് അവന് സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാനത് കൺഗ്രാജുലേഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി റിയലി മീൻ ഇറ്റ്. കാരണം ചില സക്സസ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുകയും ചെയ്യും, വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം വരികയും ചെയ്യും. അതിൽ ഒരു റിസൾട്ടാണ് അഫ്നാൻ്റെത്. അപ്പോൾ അവൻ എഴുതിയിരുന്നത് എക്സാമിൻ്റെ തലേ ദിവസം വരെ മോക്ക് എഴുതിയിരുന്നത്, പിന്നെ എക്സാമിനന്ന് കാലത്ത് വരെ അവൻ വിളിച്ചിരുന്നു എനിക്ക് എക്സാമിൻ്റെ മുന്നേ. അത്രയ്ക്ക് കമ്മിറ്റ്മെൻ്റാണ് എക്സാം ക്ലിയർ. അത് ഫ്യൂച്ചർ ആസ്പിറൻസിനൊക്കെ ഒരു റോൾ മോഡൽ അഫ്നാൻ. അതുകൊണ്ട് അത്ര സന്തോഷമാണ് എനിക്ക് അഫ്നാനായിട്ട് സംസാരിക്കാൻ. ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ്. പിന്നെ എന്താണ് ബി.ടെക് കഴിഞ്ഞിട്ട് പിന്നെ സോഷ്യോളജിക്കുള്ള തോട്ട് എങ്ങനെ വന്നത്? സർ, ആദ്യം ബി.ടെക് ആയതുകൊണ്ട് തന്നെ ബി.ടെക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമിച്ചിരുന്നു. പക്ഷേ ബി.ടെക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഓപ്ഷണലാണ്. അപ്പം സോഷ്യോളജി എന്നുള്ള ഓപ്ഷണൽ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഷോർട്ടായിട്ടുള്ള ഒരു സിലബസ് ആണ്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കോമൺ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് അനലൈസ് ചെയ്യാന്നുള്ള ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ. പിന്നെ അത് മറ്റുള്ള GS സബ്ജക്റ്റിലും കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് സോഷ്യോളജി എടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ഇതുപോലെ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് തോന്നിയപ്പോൾ സോഷ്യോളജി എടുക്കുകയാണ് ചെയ്തത്. വേറെ ഓപ്ഷൻ സമയത്ത് മനസ്സിലുണ്ടായിരുന്നു സോഷ്യോളജി എടുക്കുന്ന സമയത്ത്? സോഷ്യോളജി ആദ്യം കണ്ടപ്പോൾ തന്നെ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോസ് അവൈലബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അത് തന്നെ പ്രൊസീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അഫ്നാന് സ്കോർ ചെയ്തിട്ടുള്ളത് 288 മാർക്സാണ്. ഈ വർഷത്തെ ടോപ്പേഴ്സിൽ തന്നെ എടുക്കുമ്പോൾ ടോപ്പ് റാങ്കിൽ നിൽക്കുന്നവരെ എടുത്തുന്ന ഏകദേശം അത്ര മാർക്ക് അഫ്നാൻ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷനിൽ വളരെ വലിയ സ്കോർ അഫ്നാൻ നേടിയിട്ടുണ്ട്. പേപ്പർ 1ൽ 151 മാർക്സാണ് അഫ്നാൻ സ്കോർ ചെയ്തിട്ടുള്ളത്. അഫ്നാൻ ഞങ്ങൾ ഇവിടെ ലീഡിൽ കോവിഡ് വന്ന ആ സമയത്ത് പ്രിലിംസ് എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് ഞങ്ങൾ 100 ക്വസ്റ്റ്യൻസ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഓപ്ഷന് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യോളജി ഓപ്ഷനിൽ അഫ്നാൻ ജോയിൻ ചെയ്തു. അതുമുതൽ അവന് ഫസ്റ്റ് എഴുതിയ ആൻസറുകൾ മുതൽ എല്ലാതും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അവന് മെയിൻസിലും ഇടയ്ക്കിടയ്ക്ക് അവനെ ആൻസറുകൾ എടുത്ത് നോക്കാറുണ്ട്, ഒരു കാൻഡിഡേറ്റിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാനുള്ള. അപ്പോൾ നമ്മൾ ക്യൂമുലേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവനിട്ട എഫേർട്ട്, ഡെഡിക്കേഷൻ അതൊക്കെ വെച്ച് ഒരാളുടെ ആൻസറിൽ പ്രോഗ്രസ് വരുന്നത് ലാസ്റ്റ് ആണ് സമയത്ത് അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് വന്നത്. സോ അതൊരു വലിയ സന്തോഷം. ഞാനിപ്പോൾ പുതിയ സ്റ്റുഡൻസിനോടൊന്നും പറയുന്നൊരു കാര്യമാണ് അഫ്നാനെ റെഫർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 2 പ്രോഗ്രാം 100 ക്വസ്റ്റ്യൻസ് ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നു, പിന്നെ മെയിൻസിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. 100 ക്വസ്റ്റ്യൻസ് ഇനീഷ്യേറ്റീവ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പഴയ 100 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് UPSC സോഷ്യോളജി ചോദിച്ച 100 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മളത് ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന സൊല്യൂഷനും ക്ലാസ് ഡിസ്കസ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിലുപരി എൻ്റെ ഭാഗത്തൊരു ഞാൻ എക്സ്ട്രാ സ്റ്റെപ്പ് ചെയ്തതെന്ന് വെച്ചാൽ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്കഷൻ എന്ന കാലത്ത് 10 മണിക്ക് മുന്നേ ഗ്രൂപ്പിൽ ആൻസേഴ്സ് ഷെയർ ചെയ്യാം. അതിൽ റെഗുലറായി ആൻസർ ചെയ്തിരുന്ന 4-5 സ്റ്റുഡൻസിൽ ഒരാളാണ് അഫ്നാൻ. കഴിഞ്ഞ വർഷം ജൂൺ സ്റ്റാർട്ടിങ് മുതൽ അല്ലേ? 100 ക്വസ്റ്റ്യൻസ് ഇനീഷ്യേറ്റീവ് എങ്ങനെ അഫ്നാനെ ഷേപ്പ് ചെയ്തെടുത്തത്, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തത്? സർ, തുടങ്ങിയ സമയത്ത് വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഇതേപോലെ കണ്ടന്റ് ഇങ്ങനെ എന്തൊക്കെയൊക്കെ പഠിക്കും. എന്നിട്ട് സാറ് പ്രീവിയസ് ഇയർ ഇടുന്നതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ പഠിക്കാനും ശ്രമിക്കും. എന്നിട്ട് ആൻസർ എഴുതും. പിന്നെ സാറിനൊന്ന് ഇംപ്രസ് ചെയ്യണം എന്നുള്ള രീതിയിലൊന്ന് എപ്പോഴും എഴുതാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അങ്ങനെ 100 ക്വസ്റ്റ്യൻ ഇനിഷ്യേറ്റീവ് ഒരു ബേസ് ബിൽഡ് ചെയ്തു എന്നുള്ള രീതിയിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്
ആ പ്രീവിയസ് ഇയർ എല്ലാം ഒന്ന് കവർ ചെയ്ത് പോയതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കാരണം ഏത് കണ്ടന്റ് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ളത് മെയിൻസ് പ്രിപ്പയർ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതിന്റെ മുകളിലാണ് ബിൽഡ് ചെയ്യാൻ പറ്റിയത്. ആ ഒരു അഡ്വാൻറ്റേജ്. ഈ ഓപ്ഷണലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓപ്ഷണലും അക്കാഡമിക് അണ്ടർസ്റ്റാൻഡിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളൊരു ഐഡിയ ഇല്ലാത്ത സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളത് UPSC വർക്കാവില്ലത്. അല്ലെങ്കിൽ നല്ല മാർക്ക് മേടിക്കണമെങ്കിൽ അക്കാഡമിക് അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ നിർബന്ധമാണ്. അപ്പോൾ ഞങ്ങളിവിടെ ക്ലാസ് റൂമിലും ഈ പ്രോഗ്രാം നടന്ന സമയത്തൊക്കെ അക്കാഡമിക്കായിട്ട് ഷേപ്പ് ചെയ്യാണ് ചെയ്തിരുന്നത്. ഇത് 100 ക്വസ്റ്റ്യൻസ് ഇനീഷ്യേറ്റീവ് അഫ്നാൻ ചെയ്തിരുന്നു. അത് റെഗുലർ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തിരുന്നു, അഫ്നാൻ ആൻസർ ചെയ്ത് ഷെയർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞൊരു ഓഗസ്റ്റിൽ കഴിഞ്ഞ് പിന്നെ സെപ്റ്റംബർ ഫുൾ പ്രിലിംസ് പ്രിപ്പറേഷൻ ആയിരുന്നു, ഐ റിമെമ്പർ. ദെൻ അത് കഴിഞ്ഞ് പ്രിലിംസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സമയത്ത് ഓപ്ഷണലിന് വേണ്ടിയിട്ട് തീമാറ്റിക് ഡിസ്കഷൻ ഒരു പുതിയൊരു സംഭവമായിട്ട് കൊടുക്കും, പ്രിസിഷൻ അക്കാഡമിക്സ് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ അതിന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി ഇപ്പോൾ അഫ്നാൻ്റെ കേസിൽ ഞാൻ അഫ്നാനോട് പറഞ്ഞൊരു കാര്യമുള്ളൂ, അഫ്നാൻ ഓപ്ഷണൽ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് വരുമ്പോൾ അവന് വർക്ക് ചെയ്യുന്നു, പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അതൊരു റിയാലിറ്റിയാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഒരു സ്വപ്നമാണ്. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് ആ ചെറിയ ടൈമിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം സ്മാർട്ട് വർക്കാണ്. അപ്പോൾ നമ്മൾ മാർക്കിനുള്ളത് എഴുതി കൊടുത്ത് UPSC മാർക്ക് തരും, അവരറിയാൻ പോകുന്നില്ല അഫ്നാൻ എത്ര കാലം പ്രിപ്പയർ ചെയ്തു, BA സോഷ്യോളജി MA സോഷ്യോളജി എന്നുള്ളത്. അപ്പോൾ ആ സ്മാർട്ട് വർക്കാണ് നമ്മളവിടെ അപ്ലൈ ചെയ്തത്. ആ സ്മാർട്ട് വർക്കിന് വേണ്ടി അക്കാഡമിക്കിലുള്ള സംഭവത്തെ UPSC ഷിഫ്റ്റ് ചെയ്യാണ് ആസ് എ മെൻറ്റർ ഞാൻ ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ തീമുകളെടുത്ത് കുറച്ച് ടോപ്പിക്കുകൾ, സ്ഥിരം വരുന്ന തീമുകൾ, പിന്നെ തിയററ്റിക്കൽ ഡിസ്കഷനുകൾ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ദിവസം കൂടുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് കുറച്ച് റെഗുലർ വരുന്ന ടോപ്പിക്കുകൾ എടുത്തിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ കൂടെ അഫ്നാൻ പഴയ ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സിറ്റിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്, തീമാറ്റിക് ഡിസ്കഷൻ സോഷ്യോളജിയിൽ. ആസ് എ കാൻഡിഡേറ്റ് അഫ്നാൻ അത് എങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തത്? സർ, തീമാറ്റിക് ഡിസ്കഷൻ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്, നമ്മൾ പൊതുവേ ഒരു ടോപ്പിക് എടുക്കുന്നു, അതിൽ കുറച്ച് തിങ്കേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു, പോകുന്നു, എന്നിട്ട് അത് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആദ്യം ഞാൻ ചെയ്ത അപ്രോച്ച്. പക്ഷെ പിന്നെ തീമാറ്റിക് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോ തിങ്കറിൻ്റെ നേച്ചർ എന്താ, അപ്പോൾ ഈ സ്മാർട്ട് വർക്ക് എന്നുള്ള കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ പോലും നമുക്ക് അത് മനസ്സിലാക്കി കുറച്ചും കൂടി ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി ഡൈവേഴ്സിഫൈഡ് ആയിട്ട് പല പെർസ്പെക്റ്റീവ്സിനും സാധനം ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആൻസർ വായിക്കുന്ന ഇൻവിജിലേറ്ററിന് തോന്നും ഒരുപാട് നോളജ് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ അത്ര ഭയങ്കര നോളജബിൾ ഒന്നുമല്ല. നമ്മൾക്ക് എല്ലാ തിങ്കറിനെ കുറിച്ച് കുറച്ച് ബേസിക് നോളജ് ഉണ്ട്, അത് എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഡിസ്കഷനിൽ പങ്കെടുത്തപ്പോൾ ഇത് കുറച്ചുകൂടി ഇന്റേണലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നി. സോഷ്യോളജി ഓപ്ഷണലിൽ ഇപ്പോൾ ഓരോ ടീച്ചേഴ്സും യൂസ് ചെയ്യുന്ന സ്കോളേഴ്സ് ഡിഫറെൻ്റ് ആവും. എല്ലാ സ്കോളേഴ്സിൻ്റെയും പോയിന്റുകൾ ശരിയാണെങ്കിൽ പോയിന്റ് ശരിയാണ്, ബട്ട് സ്റ്റുഡൻസ് പലപ്പോഴും ചോദിക്കുന്നത് ഇതിൽ ഏതാണ് പഠിക്കേണ്ടത്, നമ്മുടെ സിലബസിലുള്ള സ്കോളേഴ്സ് ഇല്ലാതെ എങ്ങനെയാണ് ഓരോരുത്തർ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ഞാൻ ഇവരുടെ അടുത്ത് ചെയ്തതെന്ന് വെച്ചാൽ ഓരോ ഫീൽഡിലും വരുന്ന ടോപ്പിൽ നിൽക്കുന്ന സ്കോളേഴ്സ്, ഇപ്പോൾ അഗ്രികൾച്ചർ ആണെങ്കിൽ വരുന്നത്, എക്കോണമി ആണ് വരുന്നത്, കാസ്റ്റ് ആണ് വരുന്നത്, അവിടെ നമ്മൾ ജോത്ക സാറിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരുന്നു, റൈറ്റ്. അപ്പോൾ അങ്ങനെ സ്കോളേഴ്സ് വരുമ്പോൾ ആൻസർ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മാർക്കിലൂടെ ട്രാൻസ്ഫോം ആവും, കാരണം അവർക്ക് അറിയാൻ ഇവരെന്താണ് പിന്നെ എഴുതണം എന്നുള്ളത്. അപ്പോൾ കുറേ സ്റ്റുഡൻസ് ചോദിക്കുന്നത് ജനറൽ സ്റ്റഡീസ് എഴുതിയാൽ മതില്ല എന്നുള്ളതാണ്. ജനറൽ സ്റ്റഡീസ് ഓൾറെഡി 4 പേപ്പറിലപ്പോൾ ഓപ്ഷൻ നമുക്ക് അക്കാഡമിക്കായിട്ട് എഴുതേണ്ടി വരും. അവിടെയാണ് നമ്മൾ ഈ തീമാറ്റിക് ഡിസ്കഷനുകൾ ചെയ്തത്. സോ അഫ്നാൻ്റെ ആൻസറുകളിൽ ആദ്യം എഴുതിയ ആൻസറിന് ശേഷം പിന്നെ വരുന്ന സമയത്ത് ഞാൻ സന്തോഷം തോന്നിയൊരു കാര്യമായിരുന്നു, അഫ്നാൻ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവാൻ തുടങ്ങി. അതായത് അവൻ തന്നെ ആൻസറുകൾ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ അവന് ലാബിൽ തിയറൊക്കെ എഴുതാറുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ആസ് എ ട്രെയിനർ ഭയങ്കര നമുക്ക് സന്തോഷം തോന്നും. കാരണം സോഷ്യലിൽ ഗുണം തന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആകാൻ പറ്റും. അപ്പോൾ ഇവന് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ആൻസർ ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ കോമൺ ആക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെറ്റ് ഓഫ് സ്കോളേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യുന്നത്, പിന്നെ സ്പെസിഫിക് സ്കോളേഴ്സ്, ജനറൽ പ്ലസ് സ്പെസിഫിക് നമ്മൾ എങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അഫ്നാൻ ആൻസർ എഴുതി വന്നിരുന്നത് അല്ലേ. ഇത് വെച്ചിട്ട് അഫ്നാൻ്റെ ആൻസറുകൾ പിന്നെ ഇമ്പ്രൂവ് ചെയ്ത് വന്നു. അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് ജനറൽ സ്റ്റഡീസ് പ്രിപ്പറേഷൻ അതൊരു ഹെക്റ്റിക്കാണ്. സോ ഓപ്ഷൻ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമായോ അത് ചെയ്യുന്ന സമയത്തല്ലേ? അതെ, എനിക്ക് 2 മാസമായിരുന്നു മെയിൻസിന് പ്രിപ്പറേഷൻ. ഇപ്പോൾ GS ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും ടൈമായിരുന്നു വിഷയം. കണ്ടന്റ് ഇതിനു മുന്നേ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പം ഈ ലിമിറ്റഡ് ടൈമിൽ എങ്ങനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതായിരുന്നു വലിയ ചാലഞ്ചായി വന്നത്. അപ്പം എങ്ങനെ മാനേജ് ചെയ്തതെന്ന് വെച്ചാൽ ഇതേപോലെ സ്മാർട്ട് വർക്ക് എന്നുള്ളത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. കാരണം മിനിമം കണ്ടന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളവർ പഠിക്കുന്ന അത്രയും നമുക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ. അഫ്നാൻ പറഞ്ഞൊരു പോയിന്റ് സ്മാർട്ട് വർക്ക് എന്നുള്ളത് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ളത്, അതൊരു എക്സാമാണ്. നിങ്ങളിപ്പോൾ UGC എക്സാമിന് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ NTക്ക് പഠിക്കുന്ന പോലെ അക്കാഡമിക് ആയിട്ട് നിങ്ങൾ അങ്ങനെ അതിൽ പഠിക്കേണ്ട, നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമാണ്.
നമ്മളിവിടെ വേണ്ടത് സ്മാർട്ട് വർക്ക് എന്ന അപ്രോച്ചാണ്. നമ്മൾ അതുകൊണ്ടാണ് ഈ സ്കോളേഴ്സിന് കൊടുക്കുന്ന സമയത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ട്രാൻസ്ഫോം ആവുന്ന പോലെ നമ്മൾ അങ്ങനത്തെ പ്രിസിഷൻ ലെക്ചറുകൾ ചെയ്ത് ടു ദ പോയിന്റ് ആൻസറിലോട്ട് എഴുതിയത്. അപ്പോൾ പിന്നെ അഫ്നാൻ ആൻസർ ചെയ്യുന്ന സമയത്തൊക്കെ ആൻസറിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു പോയിന്റാണ്. അതിലുപരി അഫ്നാൻ എഴുതിയിരുന്ന ആൻസറുകൾ ഇപ്പോൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുമെന്ന് പറഞ്ഞത് ആൻസർ എഴുതിയിട്ട് സ്കോളേഴ്സിനെ അഫ്നാൻ തന്നെ സ്വയം ഞാൻ ക്ലാസ്സിൽ വേറെ വാക്കി മാനുവർ ചെയ്യണം, നമ്മൾ തന്നെ സെൽഫ് കംഫർട്ടബിൾ നമ്മൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതൊരു പോയിന്റാണ് അഫ്നാൻ ചെയ്തത്. വേറൊരു പോയിന്റ് ഞാൻ ക്ലാസ്സിൽ ഇപ്പോൾ ഇവരെ ക്ലാസ്സുകളിൽ പറയാറുള്ള പ്രധാനമായിട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. ഡയമെൻഷൻ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൻസർ നോക്കുന്ന സാറിന് എല്ലാവരും ഒരേപോലെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എഴുതി കഴിഞ്ഞാലും മാർക്കിലോട്ട് ട്രാൻസ്ഫോം ചെയ്യണം നിർബന്ധമല്ല. അവിടെ നമ്മൾ ഡയഗ്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്താ പറയാനുള്ളത്? ഡയഗ്രാംസിൽ എനിക്ക് അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ സാറ് ക്ലാസ്സിൽ ചെയ്ത ഒരുപാട് ഡയഗ്രാംസ് അത് ഞാൻ എൻ്റെ നോട്ടിൽ നോട്ട് ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് ആ സാറ് പറഞ്ഞെന്ന ഡയഗ്രാംസ് ഞാൻ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതല്ലാതെ പിന്നെ അതിന് മുന്നേ അങ്ങനെ ഡയഗ്രാംസിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഇല്ലായിരുന്നു. പിന്നെ കുറേയൊക്കെ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ടൈമിൻ്റെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈ ഡയഗ്രാം എന്നുള്ള പെർസ്പെക്റ്റീവ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വളരെ സിമ്പിൾ ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മീഡിയമാണ് ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പം ഡയഗ്രാംസ് ഡെഫിനറ്റ്ലി ഒരു നല്ല വാല്യൂ അഡിഷൻ ആണ്. പ്രത്യേകിച്ച് സോഷ്യോളജിയിൽ അധികം സ്റ്റുഡൻസ് ഡയഗ്രാംസ് യൂസ് ചെയ്യാറില്ല. സോ നമ്മൾ യൂസ് ചെയ്ത ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പം അത് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അഫ്നാൻ പറഞ്ഞ ലേറ്റസ്റ്റ് പോയിന്റ് സോഷ്യോളജി ഓപ്ഷണലിൽ പൊതു പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ആൻസർ ക്രിയേറ്റീവ് ആക്കുക, ഇംപ്രസീവ് ആക്കുക എന്നുള്ളത്. അവിടെ ഡയഗ്രങ്ങൾ. അപ്പോൾ നമ്മൾ തിയറി പഠിക്കുന്ന സംഭവത്തെ ചിത്രത്തിലൂടെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ചിത്രങ്ങൾ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നൊരു ഇമേജ് കൂടി കിട്ടും പേപ്പർ നോക്കുമ്പോൾ. ഇതാണ് ഈ ചിത്രങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ. അതല്ലാതെ ഈ എഴുതുന്ന സമയത്ത് നമ്മളുടെ റൈറ്റിംഗ് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, പിന്നെ അഫ്നാൻ ചെയ്ത വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അഫ്നാൻ കംപ്ലീറ്റ് സിലബസ് പഠിച്ച് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് 2 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ഒന്ന് തിയറി ബേസ്ഡും ആപ്ലിക്കേഷൻ ബേസ്ഡും. അപ്പോൾ അഫ്നാനെ ഒരു കൊല്ലം ഒരു ഗൈഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അഫ്നാൻ കുറേ അങ്ങനത്തെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അഫ്നാനെ നിൽക്കുന്ന പൊസിഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് എങ്ങനെയാണ് സ്കോർ ചെയ്യാന്നുള്ളത്. ആ എക്സാം എഴുതുന്ന സമയത്ത് കൂടുതലും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തത്. അതിനെ വേണ്ടിയിട്ടൊന്ന് ഞാൻ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, തിയറിയും പ്രാക്ടിക്കലും. ആപ്ലിക്കേഷൻ. അപ്പം 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ തിയറി എഴുതാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എഴുതാം എന്നുള്ളത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു തിയറി എഴുതുകയാണെങ്കിൽ ഒബ്വിയസ്ലി എന്നെക്കാട് ഒരുപാട് വെറ്ററൻസ് ഉണ്ട്, എന്നെക്കാട് നല്ല രീതിയിൽ ആൻസേഴ്സ് എഴുതുന്നു. അപ്പം ഞാൻ എഴുതിയാൽ എന്തായാലും ഇമ്പ്രസ് ആവില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ എൻ്റെ ഒരു സ്ട്രെങ്ത് ആയി മാറിയിരുന്നു ആ സമയം വരെ. കാരണം ഒരുപാട് തിങ്കേഴ്സിനെ അങ്ങനെയും തിരിച്ചും മറിച്ചും പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ആയിരുന്നു പല ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് ചൂസ് ചെയ്തു. എനിക്ക് തോന്നുന്നു അതായിരിക്കും ചിലപ്പോൾ ഒരു കുറച്ച് നല്ല മാർക്കിലേക്ക് റിസൾട്ട് ആയിട്ടുണ്ടാവും. ഇത് വളരെ വൈറ്റലായിട്ടുള്ള പോയിന്റ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അഫ്നാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ് ഇങ്ങനെ ചെയ്യാന്നില്ല. കാരണം ഇവൻ പറഞ്ഞതുപോലെ തിയറിയിൽ ഓൾറെഡി ഇംപ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അഫ്നാൻ്റെ സ്ട്രെങ്ത് ഏരിയ അതല്ല സമയത്ത്. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ സ്കോർ ചെയ്യാൻ പറഞ്ഞു. ആൻഡ് പേപ്പർ 1ൽ 151 മാർക്സാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ടോപ്പർക്ക് 150, 156 ആണ് ഹിസ്റ്ററിയിൽ കിട്ടിയിട്ടുള്ള ഫസ്റ്റ് റാങ്ക്. അപ്പോൾ ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ അഫ്നാൻ പേപ്പർ 1ൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ അഫ്നാൻ്റെ ഒരു വേറെ പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത് അഫ്നാൻ റെഗുലർ വിളിക്കാറുണ്ട്, ഓരോ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ആ ക്ലിയർ ചെയ്യാണെന്നുള്ളൊരു ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ അവനടുത്ത് പറയാറുണ്ട്. എക്സാം ക്വാളിറ്റിയിലോട്ട് വരുന്ന എക്സാം ക്ലിയർ ചെയ്യും എന്നുള്ളത്. പിന്നെ മെയിൻസിൻ്റെ ദിവസത്തെ നമ്മൾ കാലത്ത് സംസാരിച്ചത് മെൻ്റൽ കമ്പോഷർ, ആ സമയത്ത് 6 മണിക്കൂറിൽ എന്തൊക്കെയാണ് ചെയ്തത്? ആ സമയത്ത് അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്ന് അറിയില്ല. പിന്നെ ഒരു ബൂസ്റ്റ് കിട്ടണം എന്ന് വിചാരിച്ചു. കാരണം GS എല്ലാ പേപ്പറും പ്രതീക്ഷിച്ച പോലെ എഴുതാൻ പറ്റിയില്ല. ചില പേപ്പറിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം സോഷ്യോളജി എങ്കിലും 2 പേപ്പർ നല്ല രീതിയിൽ എഴുതണമെന്നുണ്ടായിരുന്നു. അപ്പം അന്ന് രാവിലെ സാറിനെ ഇങ്ങനെ വിളിച്ചു. അപ്പം എന്താണ് എപ്പോഴും ഒരു സാർ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ അന്ന് രാവിലെ വിളിക്കാമെന്ന് വിചാരിച്ചു. ഒരു അന്ന് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ. അപ്പം ആ സമയത്താണ് വിളിച്ചത്. അപ്പം അന്ന് നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. പോയി എഴുതി. അന്ന് എക്സാമിന് ഞാൻ വേറെ ക്ലാസ് എടുക്കാൻ കയറിയിരുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുന്നേ വിളിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംഭവത്തിനെ വിളിക്കുന്നുള്ളത്. അപ്പോൾ ഒരു മോട്ടിവേഷനിൽ വിളിച്ചു. ആസ് എ ട്രെയിനർ നമ്മളത് കൊടുത്തു. അവന് വളരെ ഹാപ്പി ആയിട്ട് എക്സാം എഴുതി. ഈ പറഞ്ഞ പോയിന്റ്, അതായത് GS അത്ര എഴുതിയിട്ടില്ല, ബട്ട് അവന് ഓപ്ഷണൽ ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ GS കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച ഞങ്ങൾ കുറച്ച് ലെക്ചറുകൾ വെച്ച് അല്ലേ ആ സമയം നമ്മൾ യൂസ്ഫുൾ ആക്കി. വെറുതെ റിവൈസ് കാണാതെ പഠിക്കുക, റിവൈസ് ചെയ്യാതെ എക്സാമിലോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ കുറച്ച് ലെക്ചറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെയാണ് അഫ്നാൻ ഓപ്ഷനിൽ ഇത്ര നല്ല സ്കോർ ചെയ്തത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ. അത് ഒരു ഭയങ്കര പ്രൈഡ് മൊമെൻ്റ് ആണ്. ബിക്കോസ് ആസ് എ ട്രെയിനർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു അഫ്നാൻ ക്ലിയർ ചെയ്യുന്നുള്ളത്.
പിന്നെ ഫൈനൽ റിസൾട്ട് വന്നപ്പോഴും 274th റാങ്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ദെൻ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റാണ്, അത് അഫ്നാനും അറിയാതെ. പിന്നെ എന്താ ഫ്യൂച്ചർ ആസ്പിറൻസിൻ്റെ അടുത്ത് സോഷ്യോളജി സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും സോഷ്യോളജി ഒരു നല്ല ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. പിന്നെ ഏതൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആണെങ്കിലും നമ്മുടെ ഇൻട്രസ്റ്റ് ആയിരിക്കണം ഫസ്റ്റ് മെയിൻ ഫാക്ടർ. അത് നല്ല സ്കോറിംഗ് ആണോ അല്ലേ എന്നുള്ളതല്ല ഫാക്ടറായി വരുന്നത്, അത് നമുക്കതിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു സ്റ്റുഡൻറ്റും ഏതൊരു ഓപ്ഷനിലാണെങ്കിലും അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സോഷ്യോളജി ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു. അപ്പോൾ നമ്മൾ ഈ സിറ്റിയിലുള്ള പൊതുവുള്ള പ്രോഗ്രാമിൽ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തത്, അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഫസ്റ്റ് റിസൾട്ട് 280 ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം, എൻ്റെ അത്രയും ഫേവറേറ്റ് സ്റ്റുഡൻ്റാണ് എത്ര മാർക്ക് മേടിച്ചതിൽ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനി നല്ലൊരു സിവിൽ സർവൻ്റ് ആവട്ടെ, സമൂഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അസറ്റായി മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.